ഇന്ന് ഫെബ്രുവരി 20 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ബോളിവുഡിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിനൊരുക്കുന്ന എ വതൻ മേരെ വതൻ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിന്റെ ഡയറക്റ്റ് OTT ചിത്രത്തിൽ സാറ ലിഗനാണ് നായികവേഷത്തിലെത്തുന്നത്. അടുത്ത മാസം മാർച്ച് 21 ഈ സിനിമ ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയിലായിരിക്കും സിനിമ ആദ്യം OTT റിലീസ് ചെയ്യുക. രണ്ടാമത്തേതും ബോളിവുഡിൽ നിന്നുള്ള ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തേരി ബാത്തോൺ മേ ഐസ ഉൽജാജിയ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തൊപ്പം തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് ഉറപ്പാക്കിയെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ജിയോ സിനിമ സ്വന്തമാക്കിയെന്നും ഏപ്രിൽ അതല്ലെങ്കിൽ മെയ് മാസം സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഒരുപാട് പ്രേക്ഷകർ കണ്ട ഒരു മലയാളം OTT സീരീസ് ആണല്ലോ കേരള ക്രൈം ഫയൽസ്. സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വർഷം അവസാനം OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന അടുത്തൊരു വിദേശ സിനിമയാണ് ഡാംസെല്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് മാസം 8 തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിന് പുറമെ ഇന്ത്യൻ ഭാഷകളിലടക്കം ഡാംസെല്ലിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അഞ്ചാമത്തേത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിൽ ഏറ്റവും പുതിയ സിനിമയായ ബിജു മേനോൻ നായകനെത്തിയ തുണ്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രം മാർച്ച് മാസം പകുതിക്ക് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ വലിയ ലാഭം കൊയ്ത സിനിമയാണല്ലോ പ്രേമലു. നസ്ലൻ മമിത കോംബോയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. പ്രേമലു മാർച്ച് മാസം അവസാനത്തോടെ ഈസ്റ്റർ പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുന്നതാണ്. ഹോട്ട്സ്റ്റാറിലെ പാനിന്ത്യൻ ഭാഷകളിൽ തന്നെ ആയിരിക്കും പ്രേമലു OTT റിലീസ് ചെയ്യുക. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇന്നത്തെ ഒരു വീഡിയോയിൽ അവസാന അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തെക്കുറിച്ചാണ്. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി 40 ദിവസങ്ങൾക്ക് ശേഷമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാർച്ച് അവസാനത്തോടെ അതല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തോടെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. സോണി ലിവിലൂടെ മലയാളത്തിന് പുറമെ പാനിന്ത്യൻ ഭാഷകളിലായിരിക്കും ഭ്രമയുഗം OTT റിലീസ് ചെയ്യുക. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.